നമ്മൾ ഇന്ന് വരെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു തിയേറ്റർ ആണ് നമ്മുടെ പ്രേക്ഷകർ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഈ ഒരു തിയേറ്ററിന്റെ ഓരോന്നായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. നമ്മളെ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിലുള്ള ഒരു തിയേറ്ററിന്റെ സൈസ് അല്ല ഇതിന്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇച്ചിരി ലക്ഷറി ആയതും ചിലവ് കൂടിയത്. അപ്പോൾ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 28 അടി നീളമുണ്ട്. നീളം 28 അടി നീളമുണ്ട്. അടിക്കണക്ക് 28 അടി നീളമുണ്ട്. വീതി 14 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു സ്ക്രീൻ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മാക്സിമം വലിപ്പമുള്ള 150 ഇഞ്ച് സ്ക്രീനാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ 12 സീറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു തീം ഇത് നമുക്ക് എങ്ങനെ കസ്റ്റമർ തന്നെയാണോ? അല്ല, കസ്റ്റമർ കുറച്ച് കളർ ചോയ്സ് കൊടുത്തായിരുന്നു. ഓക്കെ. അപ്പം പിന്നെ ഗ്രേ അദ്ദേഹം സെലക്ട് ചെയ്തു. ഗ്രേ കൊണ്ട് എന്ത് വേണം ചെയ്തോളാം പറഞ്ഞു. ഗ്രേ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വേണം ചെയ്താൽ നമുക്ക് ഫ്രീഡം തന്നു. ഗ്രേ ആണ് എനിക്ക് വേണ്ടത്. അതിന് മാച്ച് ആകുന്ന ലൈറ്റ് കൊടുത്തോളൂ. ഒരു ഐസ് ബ്ലൂ കളറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഗ്രേയുടെ ഇടയ്ക്ക് ഡിസൈൻ വേണ്ടി ഒരു ബ്ലാക്ക് ഗ്രൂ കൊടുത്തു. ബ്ലാക്ക് ഗ്രൂ കൊടുത്തിട്ടുണ്ട്. 28 അടിയാണ് ഈ റൂമിന്റെ നീളം. അതുകൊണ്ട് തന്നെ ഇതിൽ 12 സീറ്റാണ് നമ്മുടെ ഏഷ്യാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഈ ഫ്രണ്ടിലത്തെ 4 സീറ്റിംഗ് എന്ന് പറയുന്നത് റിക്ലൈനർ ആണ്. ഇത് കണ്ടോ സംഭവം നോക്കി, അടിപൊളിയല്ലേ? നല്ല ചെറല്ലേ? അതും ഫ്രണ്ടിലത്താണ് പറഞ്ഞത്. ഫ്രണ്ടിലെ 4 എണ്ണമാണ് റിക്ലൈനർ. ഇലക്ട്രിക്കൽ ചെയ്തിരിക്കുന്നത്. ബാക്കിലെല്ലാം പുഷ് ബാക്ക് സൈഡർ എന്ന് പറയും. അത് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ചാർട്ട് ചായാൻ പറ്റും. 3 പ്ലാറ്റ്ഫോമിലായിട്ടാണ് നമ്മുടെ ഈ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒറ്റ നേരെയാണ് ഇടുന്നതെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുടെ തലയുടെ ഹൈറ്റ് കാരണം നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇന്ന് വരെ ഇത്രയും വലിപ്പമുള്ള ഒരു സ്ക്രീൻ ഒരു വീട്ടിൽ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഫ്രെയിംലെസ് ആയിട്ടുള്ള സ്ക്രീനാണ്. 150 ഇഞ്ചാണ് വരുന്നത്. പിന്നെ ഇത് ട്രാൻസ്പെറന്റ് അക്കോസ്റ്റിക്സ് ആണ്. അതായത് ഇതിന്റെ ബാക്ക് സൈഡിലാണ് സ്പീക്കർ ഇരിക്കുന്നത്. ഇത് ചെറിയ സൂക്ഷികളുണ്ട്. സൗണ്ടിന് ഇങ്ങോട്ട് വരും. റേഷന്റെ പല തിയേറ്റർ ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൽ ഇത്രയധികം സ്പീക്കറുകൾ ചെയ്തിട്ടുള്ള ഒരു തിയേറ്റർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ സ്ക്രീനിന്റെ പുറകിൽ 3 എണ്ണം, സറൗണ്ട് 3 6 എണ്ണം, ബാക്ക് സറൗണ്ട് 2 എണ്ണം. അത് മാത്രമല്ല മേളിലായിട്ട് 1 2 3 4 5 6 ടോപ്പ് സറൗണ്ട്. അപ്പൊ ടോട്ടൽ 17 സ്പീക്കർ ആണ് ഈ കാണുന്ന തിയേറ്ററിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മൾ 13.2 ചെയ്തേക്കുന്നത്. 13 ചാനൽ. അത് എന്നിട്ട് നമ്മൾ സറൗണ്ട് സ്പീക്കറിന്റെ എണ്ണം കൂട്ടിയത് നമുക്ക് കണ്ടില്ല 3.5 സീറ്റാണ്. അപ്പൊ നമുക്ക് എല്ലാ നിരയിൽ ഇരിക്കുന്നവർക്കും അതേപോലെ ആ ഫീലിംഗ് കിട്ടണം. ഈ എക്സ്ട്രാ വെച്ചിരിക്കുന്ന സ്പീക്കറുകൾക്കൊക്കെ നമ്മൾ ആംപ്ലിഫയർ കൊടുത്തിട്ടുണ്ട്. മറാൻസിന് ആംപ്ലിഫയർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിരിക്കുന്നത്. ആംപ്ലിഫയർ അല്ല എടുക്കത്തില്ല. ആംപ്ലിഫയർ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സറൗണ്ടിൽ 3 സ്പീക്കർ ഉണ്ടെന്ന് പറഞ്ഞാലും ചാനൽ ഒന്ന് തന്നെ. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ തിയേറ്ററിൽ ചെയ്തിരിക്കുന്ന സ്പീക്കറുകൾ. അതും ഇൻവാൾ സ്പീക്കർ ആണ് വരുന്നത്. പുറമെ നിങ്ങൾക്ക് ഈ ഒരു കവർ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇതിന്റെ ഉള്ളിൽ ബോക്സ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സബ് വൂഫറിന്റെ വില എത്രയാണെന്ന് കേൾക്കണോ? 74,800 രൂപ. ഒന്ന് ഓർത്ത് പോയിക്കേ, അടിപൊളിയല്ലേ? ശരിക്കും അത് MRP റേറ്റ് ആണ് വരുന്നത്. രജിഷേട്ടൻ അത് ഏറ്റവും ബെസ്റ്റ് ബഡ്ജറ്റ് കൊടുക്കും. 12 ഇഞ്ചാണ് വരുന്നത്. ക്ലിപ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ്. ഇതേപോലത്തെ 2 സബ് വൂഫർ ആണ് നമ്മുടെ ഈ തിയേറ്ററിൽ വെച്ചിരിക്കുന്നത്. ഇത്രയും രൂപ മുടക്കി ഒരു സബ് വൂഫർ വെക്കുമ്പോൾ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിന്റെ ഹൃദയമായിട്ടുള്ള പ്രൊജക്ടർ അല്ലേ ചേട്ടാ? അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡിന്റെ പ്രൊജക്ടറാണ് ഏഷ്യാൻ ഇവിടെ വെച്ചിരിക്കുന്നത്, സോണി. ഒരു കൗതുകത്തിന് പുറത്ത് ചോദിക്കുക, ഈ ഒരു പ്രൊജക്ടറിന് ഏകദേശം MRP 6 ലക്ഷം രൂപ അടുത്തുണ്ട്. 5.75 സംതിങ് വരുന്നുണ്ട് MRP. 5 ലക്ഷം 5.25 ലക്ഷം രൂപ. 5.25 ലക്ഷം രൂപയാണ് ഈ പ്രൊജക്ടറിന്റെ വില. ഒന്ന് ഓർത്ത് നോക്കിയാൽ. സാധാരണ നമ്മളിപ്പോ കണ്ടുള്ള എല്ലാ തിയേറ്ററുകളും ഈ കാണുന്ന ഒരു AVR ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ഒരു തിയേറ്ററിലേക്ക് വരുമ്പോൾ 3 എണ്ണമാണ് നമ്മുടെ ഏഷ്യാൻ വെച്ചിരിക്കുന്നത്. എന്താണ് 3 എണ്ണം? ഇവിടെ AVR നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ പ്രൊസസർ ഉപയോഗിച്ചേക്കുന്നത്. നമ്മുടെ AVR തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ആംപ്ലിഫയർ വരും. അപ്പോൾ അവിടെ നമുക്ക് ഡയറക്റ്റ് സ്പീക്കർ കൊടുക്കാം. പ്രൊസസർ എന്ന് പറഞ്ഞാൽ അവിടെ ആംപ്ലിഫയർ ഇല്ല, സിഗ്നൽ ഔട്ട് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ മറാൻസിന്റെ പ്രൊസസർ കൊടുത്തിരിക്കുന്നു. അതിനെ ആംപ്ലിഫൈ ആയിട്ട് നമ്മൾ ഇവിടെ മറാൻസിന്റെ തന്നെ പവർ ആംപ്ലിഫയർ കൊടുത്തേക്കുന്നു. 2 പവർ ആംപ്ലിഫയർ കൊടുത്തേക്കുന്നു. 2 എണ്ണമാണ് ഇരിക്കുന്നത്. നിങ്ങളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് നമ്മുടെ പ്രൊജക്ടറിന്റെ ആ ഒരു ക്വാളിറ്റി എന്നുള്ളത്. എന്റെ പൊന്നെ രജടാ കൊടിവേ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു തിയേറ്റർ എന്നുള്ള കാര്യം എല്ലാവരും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു തിയേറ്റർ ആണ് നമ്മുടെ ഏഷ്യാന്റെ സ്വന്തം ഡിമാക്സ് ഹോം സിനിമാസ് നമ്മുടെ മാവേലിക്കരയിൽ ചെയ്തിട്ടിരിക്കുന്നത്. കുറഞ്ഞ പൈസ കൊണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ നോക്കരുത്. വിചാരിക്കുന്ന ഒരു ക്വാളിറ്റി കിട്ടത്തില്ല. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ പൈസ സൂക്ഷിച്ച് വെക്കുക. എമൗണ്ട് ആകുമ്പോൾ ഏഷ്യാനെ വിളിക്കുക. കൃത്യമായിട്ട് തന്നെ പുള്ളി കൊട്ടേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. കേരളത്തിലല്ല എവിടെ ആയിക്കോട്ടെ ഏഷ്യാട്ടൻ വന്ന് നിങ്ങൾ തിയേറ്റർ ചെയ്തതാണ്. പിന്നെ ഏഷ്യാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഏഷ്യാട്ടൻ ഫ്രീ ആയിട്ടാണ് നിങ്ങളുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത് അല്ലേ? കേരളത്തിലല്ല എവിടെ ആയിക്കോട്ടെ ഏഷ്യാട്ടൻ ഫ്രീ ആയിട്ട് വന്ന് നിങ്ങളുടെ സൈറ്റ് വിസിറ്റ് ചെയ്ത് എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പുള്ളി ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. മെയിൻ കാര്യം ഏഷ്യാട്ടൻ പറഞ്ഞറിയാമോ, വർക്ക് തന്നതിലും കുഴപ്പമില്ലത് അല്ലേ ചേട്ടാ? പക്ഷേ അതൊക്കെയാണ് ഏഷ്യാന്റെ മൈൻഡ് കേട്ടോ. കാരണം വെച്ചാൽ പുള്ളി ഇതിനെ ഒരു തൊഴിലായിട്ട് കാണാതെ ഇതൊരു പാഷന്റെ പുറത്ത് ചെയ്യുന്ന ഒരാളാണ് ഏഷ്യാൻ. അതുകൊണ്ട് തന്നെ ഏഷ്യാൻ ഏറ്റവും ബെസ്റ്റ് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് തിയേറ്റർ ചെയ്ത് തരുന്നതായിരിക്കും. പലതവണയായിട്ട് ഏഷ്യാന്റെ നമ്പർ സ്ക്രീനിൽ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഭംഗിയായിട്ട് ഇതേപോലെ ഗംഭീരമായിട്ട് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ സ്വപ്നമായിട്ടുള്ള ഒരു ഹോം തിയേറ്റർ നമ്മുടെ ഏഷ്യാൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ഗംഭീര വീഡിയോ ആയിട്ട് ഞാനും നമ്മുടെ ഏഷ്യാനും എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.